എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഫ്ലവേഴ്സ് ചെയ്യുന്ന സ്റ്റിച്ചസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് ഹൂപ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് വോവൻ വീൽ ഫ്ലവർ എന്ന് പറയുന്നതാണ്. ഈ ഒരു ഫ്ലവറിൻ്റെ പേര് വോവൻ വീൽ ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര്. സാധാരണ നമ്മൾ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ അതിപ്പോൾ ആങ്കർ ത്രെഡ് ആയാലും ശരി, ഏത് ത്രെഡ് ആയാലും, ആങ്കർ എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ പേരാണ് കേട്ടോ. എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്ന ത്രെഡ്, അത് ഏത് ത്രെഡാണ് എടുക്കണമെന്നുണ്ടെങ്കിലും അത് 6-7 നൂലാണ് ഉണ്ടാവുക. സിൽക്ക് ത്രെഡിൻ്റെ കാര്യമല്ല, കോട്ടൺ ത്രെഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് 6-7 നൂലാണ് ഉണ്ടാവുക. അപ്പോൾ ആ 6-7 നൂല് നമ്മൾ സൂചിയിൽ കോർത്തെടുത്തിട്ട് അതിനൊരറ്റം കെട്ടിട്ടിട്ട് ഒരറ്റം ഫ്രീ ആയി വിട്ടിട്ടാണ് നമ്മൾ സാധാരണ ഏതൊരു എംബ്രോയ്ഡറീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 12 നൂല് വേണം, അതായത് 12 സ്റ്റാൻഡ്സ് വേണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കോർക്കുന്ന പോലെ കോർക്കുക, 2 ഭാഗം കൂടി ചേർത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സെൻറ്ററിൽ നിന്ന് ഒരറ്റത്തേക്ക് ഇങ്ങനെ ഒരു 5 ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു 5 സൈഡിലേക്ക് ഇതേപോലെ ഒരു ലൈൻ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് 5 ചെയ്യാം, 3 ചെയ്യാം, 4 അത് എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും വലിപ്പമൊക്കെ അതിനനുസരിച്ചിട്ടൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ നേരത്തെ 5 ഭാഗത്തേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ സൂചി ഇതേപോലെ താഴേന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ 5 ലൈൻസ് ഉണ്ട്. ഈ 5 ലൈൻസിൽ ഇങ്ങനെ ആദ്യം ഒരു ലൈനിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും, ആദ്യം ഒരു ലൈനിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ത്രെഡ് കടത്തിയെടുക്കുക. അതിനുശേഷം അതിന് തൊട്ടടുത്തുള്ള ലൈൻ അവിടെ വിട്ടിട്ട് അതിൻ്റെ അടുത്തുള്ള ലൈനിലൂടെ കടത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് കടത്തിയെടുക്കുക. അതായത് ഒന്നിടവിട്ടിട്ട് ഈ ഒരു ത്രെഡ് ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഈവൻ നമ്പേഴ്സ് എടുക്കരുത്, ഓഡ് നമ്പേഴ്സ് എടുക്കുക. അപ്പോഴേ നമുക്കിങ്ങനെ എല്ലാത്തിലും ഇതേപോലെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഫുള്ള് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈൻ മൊത്തമായിട്ട് നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഇങ്ങനെ ഫുള്ള് ഒന്നടവിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉള്ളിലൂടെ ചുറ്റിയെടുക്കുക. ഇനി അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ത്രെഡ് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ആ റൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പം വരാറേ ഉള്ളൂ, ചിലപ്പം വരില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പ് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റിച്ചിനെയാണ് വോവൻ വീൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എടുക്കുന്നത് 6-7 നൂല്, അതായത് 6 സ്റ്റാൻഡ്സാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ 12 സ്റ്റാൻഡ്സ് എടുക്കണം. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ലൈനിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കടത്തിയെടുക്കുക. പിന്നെ ഒറ്റ സംഖ്യ എടുക്കുക, ഇരട്ട സംഖ്യ എടുക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് 3 4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 4 എടുക്കരുത്. 4 എടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള ലൈനിലൂടെ തന്നെ ആയിരിക്കും പിന്നെയും പോകുക. അപ്പോൾ ഇടയ്ക്കുള്ള ലൈനിലൊന്നും കവറിങ് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതായത് ഇടയ്ക്കുള്ള ലൈനിലൊന്നും ആ ത്രെഡ് വരാതിരിക്കുമ്പോൾ അത് അത്ര ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു റോസിൻ്റെ ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പേഴ്സ് എടുക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ബുള്ളിയൻ നോട്ട്. അപ്പോൾ ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം, കാണാത്തവരത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് പാരലായിട്ട് 2 ബുള്ളിയൻ നോട്ട് ആദ്യം സെൻറ്ററിൽ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് വൈ ആയിട്ട് നമ്മൾ ഒരു പെറ്റൽസ് പോലെ ഇങ്ങനെ സൈഡിലായിട്ട് നമ്മൾ ബുള്ളിയൻ നോട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ബുള്ളിയൻ നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂചി ഇതേപോലെ സാധാരണ പൊക്കിയെടുക്കുന്ന പോലെ എടുക്കുക. എന്നതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു സൂചിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ത്രെഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ലൈനാണ് കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 8 തവണയെങ്കിലും ചുറ്റി കൊടുക്കണം. അപ്പോൾ വലിയ ലൈൻസ്, അതായത് പെറ്റൽസ് നമ്മൾ ചെയ്യുമ്പം ഈ ചുറ്റി കൊടുക്കുന്ന അളവ് കൂട്ടി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഐഡിയ ആണ്. അതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് എത്ര വേണ്ടി വരും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക, അഥവാ മനസ്സിലായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇതൊരു ഫ്ലവറാണെന്ന് ശരിക്കും നമുക്കൊരു ഫ്ലവറായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ലീഫും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഭാഗം നമ്മൾ കുറച്ച് സ്പീഡിലാണ് ഇടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിച്ചസും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അത് ബേസിക്കായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അത് വെച്ചിട്ട് ഡിസൈൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കും ഹൂപ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റിച്ചസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിതെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് എന്തെങ്കിലും മനസ്സിലായില്ല, അല്ലെങ്കിൽ കുറച്ച് സ്പീഡ് കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ചാനലിൽ ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് പോയി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ വീഡിയോസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ച് പുള്ളിയറിനോട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റിച്ച് പരിചയപ്പെടാം, ലേസി ഡേസി. ഇതും നമ്മൾ ഓൾറെഡി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആകെ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള വോവൻ വീൽ ഫ്ലവറും പിന്നെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും അവസാനം നമ്മൾ കാണിക്കുന്നൊരു ഫ്ലവറും, ഈ 2 ഫ്ലവർ മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാത്തതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് നാലാമത്തെ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. നാലാമത്തെ സ്റ്റിച്ച് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ചും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലാറ്റായിട്ട്, അതായത് നമുക്ക് ചില്ലകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊമ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിക്കുന്ന സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ഫ്ലവറായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ഇതേപോലെ നമ്മൾ സൂചിയിൽ 6 നൂല് കോർത്തെടുത്തിട്ട് ആ സൂചിയിലേക്ക് 2 വട്ടം നമ്മൾ ചുറ്റി കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ താഴോട്ടേക്ക് തന്നെ ഇറക്കി കൊടുക്കുക. അതായത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുക. ഇതുപോലെ നമ്മളൊരു റൗണ്ടിൽ ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഇതേപോലെ സൂചി പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 6 നൂല് തന്നെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ത്രെഡിനെ ഒന്ന് ലൂസാക്കി വിടുക. ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് വിടരുത്, ഒന്ന് ലൂസാക്കി വിടുക. ലൂസാക്കി വിട്ടതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് നമ്മൾ ഈ 2 സ്റ്റിച്ച് കൊടുത്തതിൻ്റെ നടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ സൂചി ഒന്നും കൂടി മുകളിലേക്ക് പൊക്കിയെടുക്കുക. പൊക്കിയെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുക. അതായത് സെൻറ്ററിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് കൊടുക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല, നമ്മളിങ്ങനെ പതിഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു ഫ്ലവറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് പോലെ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു സർക്കിൾ മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ. അപ്പോൾ ഇതും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹൂപ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവർ. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റിച്ചിൻ്റെ പേരാണ് റാംബ്ലർ ഫ്ലവർ. ഇതും നമ്മൾ 6 സ്ട്രിങ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ലേ വോവൻ വീലിൽ വെച്ചിട്ട് ചെയ്ത ആ ഒരു ഫിനിഷിങ്ങിൻ്റെ ഏകദേശം സിമിലാരിറ്റി ആയിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്ത് വരുമ്പോൾ ഫിനിഷിംഗ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്തൊരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ സെൻറ്ററിൽ സ്റ്റാർ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ സ്റ്റാർ വരച്ചിട്ടുണ്ട്. ഈ സ്റ്റാർ ഒന്ന് ഇതേപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ സ്റ്റാർ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റാർ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സംഭവം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്ന സെയിം പോലെ തന്നെയാണ്. റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുത്തിട്ടൊക്കെയാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ ഗ്യാപ്പുകൾ ഇല്ലാണ്ട് നമ്മളിങ്ങനെ സാധാരണ വേറെ ഇതൊന്നും ഇല്ലാണ്ട് സാധാരണ ഇങ്ങനെ തുന്നിയെടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റാർ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാർ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റാറിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ സ്റ്റാറിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒന്നും ചെയ്യേണ്ട, നമ്മളിത് ഫുള്ള് കവർ ചെയ്ത് വരുമ്പോൾ സ്റ്റാറിൻ്റെ ഗ്യാപ്പൊക്കെ കവർ ചെയ്ത് പോകും കേട്ടോ. ഇതേപോലെ നിങ്ങൾ അങ്ങനെ എങ്ങനെയാണ് പെറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് അറിയാലോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചരിച്ച് അതായത് റൗണ്ടായിട്ട് ഇങ്ങനെ കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാതെ ത്രെഡിനെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഇതേപോലെ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റാറിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അതിന് ശേഷം പിന്നീടുള്ള റൗണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ റൗണ്ട് മൊത്തമായിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന സമയത്ത് ആ നടുക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഫില്ലായി പോകും.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് റാമ്പൽ ഫ്ലവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 5 സ്റ്റിച്ചസ് പരിചയപ്പെട്ടു. 5 സ്റ്റിച്ചല്ല, നമ്മൾ ഫ്രഞ്ച് നോട്ട് അടക്കം 6 സ്റ്റിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹൂപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 6 സ്റ്റിച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു 6 സ്റ്റിച്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹൂപ്സ് ചെയ്യാം. പിന്നെ നമ്മൾ ലീഫ് ചെയ്യുന്ന ഒരു 5 ലീഫ്, വ്യത്യസ്തമായിട്ട് 5 ലീഫ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റിച്ചും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഹൂപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഹാൻഡ് എംബ്രോയിഡറി മാത്രമല്ല, നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.